1980-കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരൊക്കെ അന്ന് മമ്മൂട്ടി ഫാൻസ് ആയിരുന്നു. എൻ്റെ കസിൻസ് മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ട് സിനിമാ വിശേഷങ്ങൾ വന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് എന്നോട് പറയുമായിരുന്നു. അതുവരെ മമ്മൂട്ടി എന്ന പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു പേര് എനിക്കറിയാവുന്ന ഒരു മനുഷ്യർക്കും ഇല്ലായിരുന്നു. മമ്മൂട്ടി എന്നുള്ള പേര് തന്നെ എനിക്കൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ മമ്മൂട്ടിയെ കാണാതെ തന്നെ ഞാൻ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ മമ്മൂട്ടിയെ കാണിച്ച് തരാം എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് അവർ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയത്. പിന്നീട് അതൊരു പതിവായി. എൻ്റെ വീട്ടിൽ വലിയ സിനിമാ വർത്തമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മര്യാദക്കാരി മാത്രമായിരുന്നു. 1980-കളിലെ